10th പഠിക്കുന്ന സമയത്ത് പല മോട്ടിവേഷൻ ക്ലാസ്സസും കേട്ട് ആവേശത്തോടെ 10+ മനസ്സിലുറപ്പിച്ച് പുസ്തകം തുറന്ന് അല്ലെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് മടക്കി വെച്ചവരായിരിക്കും നമ്മളിൽ പലരും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് അധികകാലം നീണ്ടു നിൽക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മോട്ടിവേഷൻസ് രണ്ട് രീതിയിലാണ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് എന്നൊക്കെ പറയാറില്ലേ, നമുക്കൊരു കാര്യത്തിനോടുള്ള താല്പര്യം മൂലം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ മൂലമാണ്, അത് കൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് കാരണം, അതൊരു പണിഷ്മെന്റ് രൂപത്തിലോ റിവാർഡ് രൂപത്തിലോ ആയിരിക്കാം. നമ്മളൊരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പഠിക്കാറില്ലേ, അതുപോലെ തന്നെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിവാർഡ് കിട്ടുമെന്നുള്ള സന്തോഷത്തോടെയും നമ്മൾ പഠിക്കാറുണ്ട്. ഇതും വർക്കിംഗ് ആണ്. പക്ഷെ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ആകുമ്പോൾ അത് അത്രത്തോളം വർക്കിംഗ് ആവില്ല. കാരണം എനിക്ക് അടിയെ പേടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പണിഷ്മെന്റ് അല്ല, പക്ഷെ അടിയെ പേടിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവനക്കത് പണിഷ്മെന്റ് ആണ്. സോ അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വർക്കിംഗ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല മോട്ടിവേഷൻ ക്ലാസ്സസും ഒരുപോലെ എല്ലാവർക്കും വർക്കിംഗ് ആവാത്തത്.